ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ തപസ് കാലം ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുവാനായിട്ട് നിന്നെ സഹായിക്കുമാറാകട്ടെ. ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ചില തലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 22-ാം തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ നിന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മാന്യത പുലർത്തണമെന്ന. അവനല്ലെങ്കിൽ അവൾക്ക് പല കുറവുകളുണ്ടാവും, പല പോരായ്മകളുണ്ടാവും. അത് നിന്റെ മുമ്പിൽ നിരത്തി വെച്ചൊന്നിരിക്കും. പക്ഷേ നീ കരുണാപൂർവമാണ് ഇടപെടേണ്ടത്. നീ സ്വാന്തനത്തോടു കൂടിയാണ് സംസാരിക്കേണ്ടത്. നിന്റെ ഉള്ളിൽ ഒരു ദൈവ ചൈതന്യമുണ്ടെന്നാണ് നീ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ വിധിക്ക് മുമ്പിൽ നിർത്തപ്പെടുമെന്ന് പറയുക. ഈ തപസ് കാലഘട്ടത്തിൽ കുറവുകളൊക്കെ മറന്നിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കുവാനായിട്ട് സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, എല്ലാം മറന്നിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട നന്മകളെ, കൃപകളെ, സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാകും